നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ വെച്ച സ്പെഷ്യലാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കപ്പ ബിരിയാണി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? അതിനുള്ള ആയത്തുള്ള കപ്പയാണ് നമ്മൾ എടുത്തുള്ളത്. കണ്ടോ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കറിൽ ഒന്ന് വേവിച്ചിട്ടാലോ. നമ്മൾ ഈ കുക്കറിൽ കപ്പ വെച്ചിട്ടുണ്ട്, പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കാര്യം നോക്കിയാലോ. ഉപ്പ് എന്നുവെച്ചാൽ അതിന് പാകത്തിനൊരു ഉപ്പ് വേണം വേവാൻ. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് നമ്മളൊരു വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിൽ മൂടി കഴിക്കണം. കുക്കർ വേവിക്കാൻ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേവട്ടെ. അപ്പം നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുവാണേ. മാക്സിമം 3 വിസിൽ. വെന്തില്ലെങ്കിൽ ഇനി 2 വിസിൽ കൂട്ടി എടുക്കാം. അപ്പോൾ വേഗം നേരം നിങ്ങൾ വിസിലടിക്കണം കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇനി കാണാം. സവാള, ഒരു പച്ചമുളക്. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ എയർ പോയാൽ നോക്കിയാലോ. അപ്പോൾ എയറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കപ്പാണ് നല്ല ഉണ്ട്, നല്ല കളറല്ലേ. ഉണ്ട് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കളയണേ. ഒന്നും കൂടി കഴുകിയെടുക്കാം. അതിന് മല മക്കുമാർ ചൊവയുണ്ടെങ്കിൽ ഈ കയ്പോ വേണ്ട വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമുക്ക് ഇതും കൂടെ നമുക്കൊന്ന് ഊറ്റിക്കളയാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് സവാള വഴറ്റാം. നമുക്ക് എന്നാ അതൊന്ന് വെള്ളമെല്ലാം നമ്മൾ നല്ലപോലെ ഒന്ന് വറ്റിയാണ്. നമ്മുടെ എണ്ണ, നല്ല എണ്ണ നമുക്ക് ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരിക. അപ്പോൾ നമുക്ക് അതിനകത്തൊട്ട് വരുന്നുണ്ട് മസാല പോരെ പൊടി. ഒന്ന് ഇത് നമ്മൾ നേരത്തെ വേവിച്ച കപ്പ ഉടയ്ക്കണം. ഇളക്കി കൊടുക്കാം. ശകലം വെള്ളം ഒഴിക്കണേ. നമ്മൾ വെള്ളം പിന്നെ നല്ല വെള്ളം ഇളക്കണം. നമ്മുടെ കപ്പ ബിരിയാണി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ താഴെ ലൈക്ക് ബട്ടൺ വെക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ.